പ്രചാരണം കൂടുതൽ ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കട്ടപ്പന കാഞ്ചാർ മേഖലകളിലും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലും പര്യടനം നടത്തി. പാമ്പാടുംപാറ കേരള കാർഷിക സർവകലാശാല ഏലം ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചായിരുന്നു LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പര്യടനം. ദ്രുതഗതിയിലാണ് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കുന്നത്. കട്ടപ്പനയിലെ പ്രധാന നേതാക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കണ്ട് സൗഹൃദം പുതുക്കിയായിരുന്നു UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പ്രചരണം ആരംഭിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ, അഗതി മന്ദിരങ്ങൾ എന്നിവിടങ്ങളിലും ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തി. സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തി ജീവനക്കാരോടും രോഗികളോടും കൂട്ടിരിപ്പുകാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് നഴ്സിംഗ് കോളേജിലും ഫാർമസി കോളേജിലും എത്തി വിദ്യാർത്ഥികളോട് UDF സ്ഥാനാർത്ഥി വോട്ട് തേടി. വള്ളക്കടവിലുള്ള ആരാധനാലയവും അഗതി മന്ദിരങ്ങളും സന്ദർശിച്ച ശേഷം അടിമാലിയിൽ ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിലും തുടർന്ന് റോഡ് ഷോയിലും പങ്കെടുത്താണ് UDF സ്ഥാനാർത്ഥി പ്രചരണം പൂർത്തിയാക്കിയത്. അതേസമയം NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിൽ നിന്ന് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിലാണ് സന്ദർശനം നടത്തിയത്. മടക്കത്താനം മാണർക്കാവിൽ നിന്നാരംഭിച്ച് തലമറ്റം മഹാദേവ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തി. ആബോലി പഞ്ചായത്തിലെ നടുകര കോളനിയിൽ വീടുകൾ സന്ദർശിച്ച ശേഷം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ജില്ലാ സംഘചാലക് EV നാരായണനെ വസതിയിലെത്തിയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. മൂവാറ്റുപുഴ ടൗണിൽ റോഡ് ഷോ നടത്തി ആളുകളെ നേരിൽ കണ്ടാണ് സ്ഥാനാർത്ഥി ഇന്നത്തെ പര്യടനം അവസാനിപ്പിച്ചത്. പാമ്പാടുംപാറ കേരള കാർഷിക സർവകലാശാല ഏലം ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചായിരുന്നു LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പര്യടനം ആരംഭിച്ചത്. അഭിഭാഷകനായ ജോയ്സ് ജോർജ് കട്ടപ്പന ബാർ അസോസിയേഷനിലെത്തി സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും വോട്ട് അഭ്യർത്ഥിച്ചു. കേരള കാർഷിക സർവകലാശാലയിലെത്തിയ ജോയ്സ് ജോർജിനെ ജീവനക്കാർ മാലയിട്ടും പൊന്നാണി അണിയിച്ചുമാണ് സ്വീകരിച്ചത്. തുടർന്ന് കൽക്കൂന്തൽ, താന്നിമൂട്, പാമ്പാടുംപാറ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച കുടുംബയോഗങ്ങളിലും ജോയ്സ് ജോർജ് പങ്കെടുത്ത് സംസാരിച്ചു. ദിവസങ്ങൾ കഴിയുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കുവാനാണ് സ്ഥാനാർത്ഥികളുടെ തീരുമാനവും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.